നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു സുപ്രഭാതത്തിൽ എവിടെ നിന്നോ ഒരു അൽ-മുഖ്താദിർ ജുവലറി രംഗപ്രവേശം ചെയ്തു. പിന്നെ പരസ്യത്തോട് പരസ്യം, പ്രമുഖ പത്രങ്ങളുടെ ഫുൾ പേജ് പരസ്യങ്ങൾ, മിക്ക ചാനലുകളും നിറഞ്ഞ പരസ്യങ്ങൾ. അൽ-മുഖ്താദിർ പേരുകൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഹലാൽ സ്വർണം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ. മെയ്ക്ക് ഇൻ ഇന്ത്യ, ദേശീയത തുടങ്ങിയ മറ്റു ചില മുദ്രാവാക്യങ്ങൾ. അതിലപ്പുറം പണിക്കൂലിയില്ലാതെ കേരളത്തിൽ സ്വർണം വിൽക്കുന്ന സ്വർണ്ണക്കട എന്ന ഖ്യാതി. എന്നാൽ ഏറ്റവും ഒടുവിൽ നിക്ഷേപകരുടെ കയ്യിൽ നിന്ന് 2000 കോടി രൂപ മുക്കി എന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അൽ-മുഖ്താദിർ ഗ്രൂപ്പിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് വിവാദങ്ങളുടെ കുത്തൊഴുക്കായി. സ്വർണ്ണപ്പണിക്കൂലി സൗജന്യമെന്ന പരസ്യങ്ങളിലൂടെയാണ് കമ്പനി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ പരസ്യം ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തങ്ങളുടെ പ്രതിബദ്ധത പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതായി അസോസിയേഷൻ തുറന്നടിച്ചു. നിരവധി വ്യക്തികൾ പദ്ധതിയിലേക്ക് പണം നിക്ഷേപിച്ചുവെന്നും അവരുടെ നിക്ഷേപം വീണ്ടെടുക്കാൻ ഇപ്പോൾ പാടുപെടുകയാണെന്നും അസോസിയേഷന്റെ ആരോപണം. ഒന്നിലധികം പേരുകളിൽ ഷോറൂമുകൾ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്ത സ്വർണം വിതരണം ചെയ്യുന്നതിനോ മുൻകൂർ ഓർഡറുകൾ നൽകിയ ഉപഭോക്താക്കൾക്ക് അടച്ച പണം തിരികെ നൽകുന്നതിനോ കഴിയാതെ കുഴയുകയാണ് എന്നും AKGSMA കുറ്റപ്പെടുത്തി. അൽ-മുഖ്താദിർ ഗ്രൂപ്പിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഏറെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അൽ-മുഖ്താദിർ ജുവലറി ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ ശക്തമായ റെയ്ഡ് നടക്കുന്നു. മുൻകൂർ പണം സ്വീകരിച്ചതിന് ശേഷം സ്വർണം നൽകിയില്ല എന്ന ആക്ഷേപത്തിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ വ്യാപക പരിശോധനകൾ. പണിക്കൂലി സൗജന്യം എന്ന വാഗ്ദാനമാണ് ഇവർ ഉപഭോക്താക്കൾക്ക് മുന്നിൽ വെച്ചത്. മുൻകൂർ പണം നിക്ഷേപിക്കുന്നവർക്ക് പിന്നീട് സ്വർണം നൽകും. എന്നാൽ പണം നിക്ഷേപിച്ച പലർക്കും സ്വർണം ലഭിക്കാതെ വന്നു എന്ന പരാതിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ളത്. അൽ-മുഖ്താദിർ ഗ്രൂപ്പിന് പിന്നിൽ മറ്റു ചില സംശയങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയെന്നാണ് അവർ പറയുന്നത്. മതപുരോഹിതന്മാരെ കൊണ്ടുവരെ പരസ്യം ചെയ്യിപ്പിച്ച് അതിന് മറ്റു ചില നിറം കലർത്തി അൽ-മുഖ്താദിർ കേരളത്തിൽ വളർന്നത് ചുരുങ്ങിയ കാലം കൊണ്ട്. വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം. ഇതിനോടകം തന്നെ പലവിധ ആരോപണങ്ങൾ ഇവരെ ചൂഴ്ന്നു നിൽക്കുന്നു. അൽ-മുഖ്താദിറിന്റെ കേരളത്തിലെ നിരവധി ശാഖകളിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ കൂട്ട റെയ്ഡുകൾ. ഇന്ന് രാവിലെ മുതൽ അൽ-മുഖ്താദിറിന്റെ ജുവലറികളിൽ വ്യാപകമായ ആദായ നികുതി വകുപ്പ് പരിശോധന തുടരുകയാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും അടക്കം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. ജുവലറിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ നേരത്തെ ഉയർത്തിയിരുന്നു. അതിൻ പ്രകാരം നിരവധി പരാതികളും ഉയർന്നു വന്നു. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ആദായ നികുതി വകുപ്പ് വിശദീകരിക്കുന്നു. മുൻകൂർ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന മാർഗം ജുവലറിയുടെ ഓരോ ശാഖകളിലും നടക്കുന്നുണ്ട്. വൻതോതിൽ പണം പലരിൽ നിന്നുമായി കമ്പനി ഇതിനകം തന്നെ നിക്ഷേപമായി സ്വീകരിച്ചു കഴിഞ്ഞു. മതപരമായ പരിശുദ്ധനാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായി ഒരു ജുവലറി എത്തി എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പരിഹാസവും വിമർശനവും. പത്രങ്ങളിലെ പരസ്യം കണ്ട് ഇവരുടെ ജുവലറികളിൽ എത്തുന്ന ആളുകൾ വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നതിന് ഇവരുടെ ഷോറൂമുകളിൽ മുൻകൂർ പണം നിക്ഷേപിക്കുന്നു. 3 മാസവും 6 മാസവും 1 വർഷവും കഴിഞ്ഞ് സ്വർണം നൽകാം എന്ന ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സ്വർണം വാങ്ങാൻ വരുന്നവർക്ക് സ്വർണം ലഭിക്കുന്നില്ല എന്ന പരാതി സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉയരുന്നു. മിക്ക പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ ഇപ്പോഴും അൽ-മുഖ്താദിർ ഗ്രൂപ്പിന്റെ പരസ്യങ്ങൾ അനുസ്യൂതമായി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യധാര ഇത്തരം വാർത്തകളിലേക്ക് ഇതുവരെ മുഖം തിരിച്ചിട്ടില്ല. പല ഉപഭോക്താക്കളും കടയ്ക്ക് മുന്നിൽ ഇപ്പോൾ തപസ്സിരിക്കുന്നത് പോലെ ഇരുന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിപ്പോകേണ്ട ഗതികേടിലാണ് എന്ന പരാതിയും ഉയരുന്നു. ഇത്തരം പല അനുഭവ സാക്ഷ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സമാധാന സമിതിയുടെ എക്സലൻസ് അവാർഡ് അൽ-മുഖ്താദിർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമിന് ലഭിച്ചിരുന്നു എന്ന വിധത്തിൽ വലിയ പ്രചരണങ്ങൾ കൊഴുപ്പിച്ചിരുന്നു. കമ്പനി തന്നെയാണ് ഇത്തരം പ്രചരണങ്ങൾ അടുത്ത കാലത്ത് നടത്തിയതും. എന്നാൽ ഇത് തട്ടിപ്പാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പച്ചയ്ക്ക് പറഞ്ഞു.
AKG-SMA എന്ന സംഘടന തങ്ങൾക്കെതിരെ നിരത്തിയ ആരോപണങ്ങൾ അൽ മുക്താദിർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം നിഷേധിച്ചിരുന്നു. ജനങ്ങൾക്ക് പണിക്കൂലി ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഞങ്ങൾ ലാഭമുണ്ടാക്കിയത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. 3 മാസം, 6 മാസം, 9 മാസം തുടങ്ങിയ അഡ്വാൻസ് ഓർഡറുകളാണ് തങ്ങൾ ശേഖരിക്കുന്നത്. വലിയ ലാഭമാണ് ഇതുവഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. അതിന്റെ അമർഷമാണ് മറ്റു ജുവലറികൾ തങ്ങളോട് തീർക്കുന്നത് എന്നും ചെയർമാൻ സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ വീഡിയോയിൽ പറഞ്ഞിരുന്നു. വലിയ തോതിൽ വിമർശനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. അൽ മുക്താദിർ ഒരു തട്ടിപ്പ് കമ്പനിയാണോ എന്ന് സംശയം ചിലർ ഉന്നയിക്കുന്നു. അതിനിടയിൽ 2000 കോടിയുടെ നിക്ഷേപവുമായി കമ്പനി മുങ്ങിയോ എന്ന സംശയവും ശക്തമായി പൊതുരംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.